കേൾക്കുന്നുണ്ട്. ഞാനേ ഷോപ്പ് 3 ദിവസം അടച്ചിട്ട് വരുന്നത്. ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ അടവായിട്ട് തന്നെയാണ് വരുന്നത്. ആരെങ്കിലും കിട്ടിയിട്ടില്ല. എന്തായാലും വരാൻ തീരുമാനിച്ചിരിക്കുന്നു. വരാൻ വേണ്ടി തീരുമാനം എടുത്തു, ഷോപ്പ് ഒഴിവാക്കിയിട്ടാണ് വരണത്. അപ്പൊ വരുന്നത്. സുരേഷ് ഏട്ടൻ ബിസിനസ് കോംപ്രമൈസ് ചെയ്തിട്ടാണ് വരുന്നത്. അതെ അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ശ്രീദാസ് കേട്ടോ, ആ മോൾക്ക് FRUന് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതായിരുന്നു. എക്സാമിന്റെ ഡേറ്റ് വന്നപ്പോഴായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ മോള് 9th-ലാണ്. ഇപ്പൊ എന്താ പറയാ, ശ്രീജ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഡേറ്റ് കൺഫേം ആയി. 2 ദിവസം കഴിഞ്ഞപ്പോ ആ ഡേറ്റ് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. എക്സാം 28-നുണ്ട്, 30-നുണ്ട്. ആൾക്ക് വരാനും പറ്റില്ല. ആള് എക്സാം വേണം, ഒപ്പം കൂടെ വേണം ആൾക്ക് എപ്പോഴും. അപ്പൊ എന്തായാലും ഇത്തവണത്തെ എക്സാം, ലാസ്റ്റത്തെ എക്സാം ആളെ ഒറ്റയ്ക്കാണ്, ആളെ വീട്ടിലാക്കിയിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കാക്കിയിട്ട് പോരുന്നത്. അതിന്റേതായ ചെറിയൊരു എക്സാം ഇതായി മാറും. ശ്രീജ എന്ന് പറഞ്ഞില്ലേ, ഏത്തത്തെ എന്തായാലും മോൾ അവിടെ ഉണ്ടാവും എന്നുള്ളത്. അതാണ് നേരെ തിരിഞ്ഞത്. എഴുത്തുകാർക്ക് 26 ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. 9th ആ ഡേറ്റ് അങ്ങോട്ട് മാറ്റി. അടിപൊളി. അതുപോലെ ഗുഡ് മോർണിംഗ്. 8th കംപ്ലീറ്റ് ആവില്ല, 31 എക്സാം ഉണ്ട്. സോഷ്യലാണ് എക്സാം. അത് കുട്ടി മനീഷേട്ടന്റെ മോളില്ലാത്തോണ്ട് ഇങ്ങനെ പിന്മാറിക്കൊണ്ട് നിക്കുന്നുണ്ട്. അറിയില്ല, കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം. ഈ ആറാട്ടുപുഴ പൂരത്തിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. തൃശ്ശൂർക്കാർക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കാരണം തൃശ്ശൂരുകാരെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരത്തിനേക്കാൾ പ്രാധാന്യം ആറാട്ടുപുഴ പൂരത്തിനാണ്. തൃശ്ശൂർ പൂരം പുറമേ ഉള്ളവർക്കാന്നാ പറയാം. അപ്പൊ ശരിക്കും അവിടെ പൂരം കൊടിയേറി കഴിഞ്ഞാല് അവിടെ ആരും പുറത്തു പോവാറില്ല തോന്നുന്നു. അതായിരിക്കും രതീഷ് ഭായി ഉദ്ദേശിച്ചത്. എന്നിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളതാണ്. അത് വളരെ ഭയങ്കര എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാത്തവർ അടുത്ത പോലെങ്കിലും പോയി അറ്റൻഡ് ചെയ്യണം. കാരണം തൃശ്ശൂർ പൂരത്തിനൊക്കെ കേമാണ് ആറാട്ടുപുഴ പൂരം. ഞാൻ അതും കൂടി പ്രൊമോട്ട് ചെയ്തു. 1444 പൂരാണ് കേട്ടോ. അത്രയും പഴക്കമുണ്ട്. ഞാൻ ഒരുപാട് വർഷം പോയിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിന്. ഇതുവരെ പോയിട്ടില്ലെങ്കിലും ഞങ്ങളെ നാട്ടുകാരിയാണ്. നിങ്ങളത് കൂടി ബാക്കിയുള്ളവരെ എന്താന്ന് കേട്ടില്ല. ഞങ്ങളെ നാട്ടുകാരിയാണ്. ഞാൻ പിന്നെ എന്റെ മോളുടെ എക്സാം ഒന്നും പറയാതിരുന്നത് ഞാൻ അത് വിട്ടിട്ട് താഴെ പോയ ആളല്ലേ. പിന്നെ എനിക്കത് വലിയ വോയിസ്. അതെ, ഞാൻ ജനിച്ചതും വളർന്നുണ്ടോന്ന് നിശ്ചയില്ല. അതൊക്കെ തൃശ്ശൂരാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ മലപ്പുറം. വളർന്നില്ലേ? അതറിയില്ല. അടുത്ത ആള്. ഞാനും ഒരു കോംപ്രമൈസിലെ തന്നെയാണ്. മകൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. 3 പേരും കൊണ്ട് വരുന്നുണ്ട്. അവര് അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടേ വരുന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവര് ഇന്ന് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് 2-ാം തീയതിക്ക് ശേഷമാണ് അവര് പോകുന്നത്. അപ്പൊ 3 ദിവസം അവരുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷമം. അവരെയും കൂടി കൂട്ടോ? മോന് വർക്കുണ്ട്, പറ്റില്ല. മോള് ചെറുതാണ്, അവരും കൊണ്ടൊന്നും വരാൻ പറ്റില്ല. അതാണ് ഞാൻ അവര് എത്തുണ്ടാവില്ല ആ സമയത്തേക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിവിടെ ഉണ്ടാകുമ്പോ അവരോട് ഇട്ട് പോകുന്നത് വലിയ വിഷമം. വേറെന്തൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്? ഇതാരാ പറയണേ? പറയണ ആളെ കാണാനില്ല. ഞാൻ ഷൗക്കത്ത് അലി. ഞാന് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് ഒരു വീക്കിലെ ഏറ്റവും എന്റെ തിരക്ക് പിടിച്ച 2 ദിവസങ്ങളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും. ആ 2 ദിവസത്തെ കട്ട് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ചെയ്യുന്ന പരിപാടി. അതെന്താ വെച്ചാൽ നമ്മള് ഡെയിലി നീഡ്സ് സാധനങ്ങളായതുകൊണ്ട് ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം അതിന് മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടർ കയറുന്ന തരത്തിലേക്കുള്ള സാഹചര്യമാണ്. എന്നാലും ശരി, അത് 2 ദിവസത്തെ ഒഴിവാക്കിയിട്ട് തന്നെ വരും. വാവ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ആറാട്ടുപുഴ പൂരം പുറപ്പാടാണ് ഇപ്പൊ ബുധനാഴ്ച. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഈ 67 കൊല്ലമായിട്ട് ഫസ്റ്റാണ് ഇപ്പൊ ഒരു പുറത്ത് പോണത്. പൂരം പുറപ്പെട്ട് കഴിഞ്ഞാൽ ആറാട്ടുപുഴ പൂരം കഴിയാതെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം. ദേശം വിടാൻ പാടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ
ആ ദേശം വിടില്ലല്ലോ, എറണാകുളത്ത് വെച്ചിട്ട് സമാധാനിച്ചിട്ടാണ് ഒരു എക്സംഷൻ മേടിച്ചിരിക്കുകയാണ്. അതെ അതെ. ആ, തൽക്കാലം ഒരു എക്സംഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ ഓക്കെ. ഈ ഓക്കെ. ആറാട്ടുപൂരത്തെ കുറിച്ച് ഒരു പാട്ടില്ലേ? അതെ, നമുക്ക് പൂരം അവിടെ നിൽക്കട്ടെ, അത് പിന്നെ പഠിക്കാം. രണ്ടു ദിവസം ഓഫീസ് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആദ്യമായിട്ടാണ്. എന്റെ പോലത്തെ സങ്കടം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, അതാർക്കും ഉണ്ടാവില്ലല്ലോ. എങ്ങനെ? നിങ്ങളുടെ സങ്കടം നിങ്ങൾക്ക് മാത്രമേ അതാർക്കും ഉണ്ടാവില്ല. എന്റെ സങ്കടം എന്ന് വെച്ചാൽ ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോ ഒന്നും പറയാൻ പറ്റില്ല, അത് കുടുങ്ങിപ്പോയി. ഞാൻ ആ പണ്ട് FREന് പോയ ആ നിമിഷത്തെ ഇപ്പൊ ശപിക്കുകയാണ് ഞാൻ. കാരണം അന്ന് അത് പോയതോടൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥകൾ മനസ്സിലാക്കണം. നമ്മളെ കോംപ്രമൈസ് അന്ന് തീർന്ന്. ഇപ്പൊ ഒരു വസ്തു കോംപ്രമൈസ് ചെയ്യല്ല. ഇപ്പൊ അപ്ലിന് എവിടെ ഏത് ഫംഗ്ഷൻ വിളിച്ചാലും പോകേണ്ടി വരികയാണ്. ഇതുപോലെ ലൈഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ FRE നിർബന്ധമായിട്ട് ഉണ്ടാവുക. കോംപ്രമൈസ് അല്ലാത്തൊരു ലൈഫ് വേണമെങ്കിൽ. ലൈഫ് ഓഫ് ചോയ്സ്, നോട്ട് കോംപ്രമൈസ്. ലൈഫ് ഓഫ് ചോയ്സ് എന്ന് പറയും. നമുക്ക് തെരഞ്ഞെടുക്കലുകളുടെ ജീവിതം, ഒഴിവാക്കലുകളുടെ അല്ല, ത്യാഗങ്ങളുടെ അല്ല. വേറെ ആർക്കും ഒന്നും ഒഴിവാക്കാനില്ലേ? ഏതെങ്കിലും ഫംഗ്ഷൻ ഒഴിവാക്കിയിട്ട് വരുന്ന എത്ര പേരുണ്ട്? ഞാൻ എന്റെ കുടുംബത്തിൽ രണ്ട് കല്യാണം ഒഴിവാക്കിയിട്ട് വരുന്നത്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് വരുന്നവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? കാരണം ഫാമിലി റിയൂണിയൻ നടക്കാൻ പോകുന്നു, എന്താണ് നിങ്ങൾ അവിടുന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ ഹൈദരാബാദിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ സൂറത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ ഡൽഹിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കൊച്ചിൻ FRU ആദ്യമായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ് ആ പ്രോഗ്രാമിനെ കുറിച്ച്? ആദ്യമായിട്ട് വരുന്നവരോടാണ് ചോദിക്കുന്നത്. ഇനിയൊരു എക്സ്ക്യൂസ് ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം വന്നു. അത് അബ്സെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം പറഞ്ഞാൽ ലൈഫിൽ ഒരു ഫ്രീഡം ഉണ്ടാവും. ആ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, അല്ലേ? ഓക്കെ. രവിയേട്ടന്റെ പ്രതീക്ഷ എന്താ ഫാമിലി റിയൂണിയനെ കുറിച്ച്? സത്യം പറഞ്ഞ ഫാമിലി റിയൂണിയനെ കുറിച്ച് പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ചിത്രം വേണം. അല്ല, ആളുകൾ പോയി വന്ന ആളുകളുടെ എക്സ്പീരിയൻസും ഒക്കെ അറിയാലോ നിങ്ങൾക്ക്. അവര് പറഞ്ഞ കേട്ടുകേൾവി വെച്ചുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് ഒരുപാട് എന്താ പറയാ അച്ചീവേഴ്സിനെ കാണാം. പിന്നെ കുറച്ച് ക്ലാസ്സുകൾ, നമുക്ക് സ്റ്റഡികൾ നമുക്ക് അതൊന്ന് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് തീരുമാനങ്ങളെ കുറിച്ചിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഡീപ്പായിട്ടുള്ള അനലൈസിങ് കിട്ടും നമുക്ക്. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരിക എന്നുള്ളതിന്റെ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വേറെ ആരാണ് പുതിയൊരാള് പറയാണെങ്കിൽ? മുസഫാഖ് അറ്റൻഡ് ചെയ്തിട്ടില്ലേ? യെസ്, എന്റെ ഈ ഒരു FRU ആഗ്രഹം കഴിഞ്ഞ FRUല്, അതായത് നമ്മൾ ഹൈദരാബാദ് FRUല് എൻ്റെ ഡൗൺലൈൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിപ്പിച്ചു. എനിക്കന്ന് സാഹചര്യം മോശമായിരുന്നു. പക്ഷേ ഇനിയൊരു FRU അത് കേരളത്തിൽ അനൗൺസ്മെന്റ് ചെയ്ത് ഏകദേശം കുറെ ആയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടും ഞാനത് അറ്റൻഡ് ചെയ്യും. അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഡൗൺലൈൻസ് ഒരു 3-4 പേരെ ഞാൻ കൊണ്ടുപോകുന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പൊ എന്തായാലും 2 അല്ലെങ്കിൽ 3 പേര് ഞങ്ങൾ ഒരുമിച്ച് അവിടെ
എത്തുന്നുണ്ടായിരിക്കും. അപ്പൊ എന്റെ പ്രതീക്ഷ എന്താ, എനിക്കിപ്പോ സ്റ്റക്കായി നിൽക്കുന്ന ബിസിനസ്സിനെ നമുക്കൊന്ന് ഡെവലപ്പ് ആക്കാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് ഞാൻ ഓക്കെ, ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തൊരാള്. സുരേഷ് മലപ്പുറം. യെസ് കേൾക്കണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട് അപ്പോ സുരേഷ്. ആദ്യം ഞാൻ എന്റെ ചലഞ്ചിനെ കുറിച്ചാണ് പറയാൻ വന്നത്. ആ സമയത്ത് നെറ്റ് കട്ടായി, പിന്നെ ഞാൻ ഇതിന്ന് ഔട്ടായി പോയി. അപ്പോ ഒന്നാമത് പറയുന്നത്, ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ, അതായത് ഗോകുലം സിക്സ് ആൻഡ് ഫിനാൻസിൽ കളക്ഷൻ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ മന്ത്ലി മന്ത്ലിയാണ് സിറ്റിന്റെ കളക്ഷൻ വരിക. ഡെയിലി എടുക്കും, മന്ത്ലിയാണ് ടാർഗറ്റ് ഫുള്ളാക്കേണ്ടത്. ആ സമയത്ത് ഇതുവരെ ആർക്കും തന്നെ ഒരു ലീവും കൊടുത്തിട്ടില്ല, മാനേജർ കൊടുക്കൂല. ഇത് നമ്മൾ ലാസ്റ്റ് ആള് വരുന്നത്. മാത്രമല്ല 2 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ലീവാണ് വരുന്നത്. അത് ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും. അപ്പോ 3 ദിവസത്തെ ലീവ് നമുക്കവിടെ വേണ്ടി വരും. കാരണം ഞായറാഴ്ച ആ ലീവിൽ പെടും. ശരിക്കും ഞായറാഴ്ച പൊതുവെ ലീവാണ്, പക്ഷെ നമ്മള് ഈ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എടുക്കുന്നതുകൊണ്ട് 3 ദിവസത്തെ ലീവ് വരും. അതിന് അതിനപ്പുറം പറയുകയാണെങ്കിൽ, ഇന്ന് വലിയ പെങ്ങളെ വീട്ടില് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ പോയിട്ടില്ല, ലീവ് കിട്ടൂല എന്നാ പറഞ്ഞത്. കാരണം ഇന്നൊരു ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മാസം 2 ലീവ് തുടർച്ചയായിട്ട്, 3 ലീവ് തുടർച്ചയായിട്ട് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ മാസം ഞാൻ ഒറ്റ ലീവ് എടുത്തിട്ടില്ല. അപ്പൊ അഡ്വാൻസ് പ്ലാനിങ് ആയിരുന്നു. അതാണ് നമുക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ചലഞ്ചിനെ ആയിട്ട് കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം, FRU എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ ഒരു മേഖലയിൽ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന, നമ്മളെ ഏറ്റവും ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം എന്നൊരു അതെ അതെ, കഴിഞ്ഞ മാസവും പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വിന്നി ടീമിന്റെ ഒരു പ്രോഗ്രാം, അതായത് ഏറ്റവും വിന്നിംഗ് ടീമാണ് നമ്മളെ ഇതിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിന്നിംഗ് ടീമിന്റെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം, അതും കേരളത്തില് വരുന്ന സമയത്ത്, ഈ കേരളത്തിലുള്ള ആളുകൾ പല ഭാഗത്തും വലിയ സംഖ്യകൾ 15,000-15,000 20,000 ഒക്കെ കൊടുത്തിട്ട് 4-5 ദിവസം ലീവാക്കി പോയിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ വരുന്ന സമയത്ത്, അത് നമ്മള് എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. സുരേഷേട്ടൻ ആ ഒരു പ്രോഗ്രാമിലൂടെ സുരേഷേട്ടന്റെ ജീവിതത്തിൽ വിന്നിംഗ് എന്ത് ടീം മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണെന്നുള്ളത് നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. മാത്രമല്ല, ഈ ഒരു മേഖലയിൽ, ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വന്നിട്ട് കുറച്ചായി, വെസ്റ്റേജിൽ വന്നിട്ടും കുറച്ച് കൂടുതലായി, എന്നിട്ടും നമ്മള് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അത് സുരേഷേട്ടന്റെ ജീവിതത്തിൽ ആ പ്രോഗ്രാം, സുരേഷേട്ടൻ പോയോ? റേഞ്ച് മിസ്സിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അടുത്തൊരാൾ പറയൂ. അടുത്ത ഞാൻ പറയാം. ഞാൻ പറയൂ. ആയിക്കോട്ടെ, ഞാന് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യാൻ പോണത് കേട്ടോ. ഞാനിപ്പോ ഇതിൽ വന്നത് സുരേഷേട്ടനല്ലേ ഇത്? എന്താ പേര് മാറി കിടക്കണേ? ഞാന് സുരേഷ് ചമ്പ്രയാണ്. അല്ല, പേര് മാറി കിടക്കണു. അത് മാറി കിടക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും നെറ്റ് കട്ടായി പോയി. അതെ, ഒരു പ്രോഗ്രാമിലൂടെ ഒരു മാറ്റം ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, സുരേഷാണ് സുരേഷ്. ഒരു പ്രോഗ്രാമിലൂടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ആളാണ് ഞാൻ. അപ്പോ എനിക്ക് ഈ ഒരു FRU എന്ന പ്രോഗ്രാമിലൂടെ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ
ഉം. സുരേഷേട്ടൻ്റെ നെറ്റ് മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, സുരേഷേട്ടൻ പറഞ്ഞത് ഈ പ്രോഗ്രാമിലൂടെ പല ആളുകളും പല കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ 10,000-15,000 രൂപയൊക്കെ കൊടുത്ത് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള വർത്താണ് എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നു. എന്തായാലും ഈ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് കാരണമായി തീരും എന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി സുരേഷേട്ടൻ പറയൂ, ചെമ്പ്ര. സുരേഷേട്ടൻ്റെ ഞാൻ ബിസിനസ്സിൽ എന്താണ് സുരേഷേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഓക്കെ, ഞാനും അതേപോലെ തന്നെ ഞാനിപ്പോ ഇതില് വന്നതിന് ശേഷം 4 എഫറിറ്റ് ആയിരിക്കണം തോന്നുന്നു വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് മിസ്സായിട്ട്. എത്തിപ്പെട്ടിട്ടില്ല അല്ലേ. ഹൈദരാബാദിൽ 2 വന്ന്, പിന്നെ ഡൽഹിയിൽ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് വന്ന്, പിന്നെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്നും എത്താൻ പറ്റില്ല പല സാഹചര്യം കൊണ്ടും. അപ്പൊ നമ്മളെ കേരളത്തിലെത്തുമ്പോ ഇനി അത് അറ്റൻഡ് ചെയ്താൽ അത് എന്താ പറയാ, നമുക്ക് തന്നെ ചീത്തപ്പേരാണ്. അപ്പൊ അത് പിന്നെ ഒരു ഇതിൽ പോയി വന്ന ആൾക്കാരുടെ മാറ്റങ്ങൾ, അതാണ് എനിക്ക് കൂടുതൽ ഇത് അറ്റൻഡ് താല്പര്യം വന്നത്. കുറേ പേർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട്, അപ്പൊ ഒരു പ്രോഗ്രാം കൊണ്ട് ഇത്രയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളത് ഒന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് ആൾക്കാരെ കേട്ടറിഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ കേട്ടറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് കണ്ടറിഞ്ഞിട്ടില്ല. പിന്നെ ഒരുപാട് ലീഡേഴ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല, അവരെ കാണുകയും വേണം. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പിന്നെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ബിസിനസ് ഹൈ ഗ്രോത്തിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ എന്താ കഴിവുകൾ ഒന്നും കൂടി പോളിഷ് ചെയ്യാൻ. ശരിയാവും. അതാണ് എന്നെ സംബന്ധിച്ചത്. കാരണം എനിക്കിപ്പോ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു അങ്ങനത്തെ കുറെ പ്രോബ്ലം ഉണ്ട്. ലീഡർഷിപ്പിന്റേതായിട്ടുള്ള കുറച്ചും കൂടി കഴിവുകൾ വളരാണ്ട്, അത് ചിലപ്പോൾ ഇതുകൊണ്ട് ശരിയാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു പരിധി നമ്മൾ നിശ്ചയിച്ചാണ്. അപ്പൊ ആ കെട്ട് വിട്ടാലോ, അതൊരു സത്യം. പ്രതീക്ഷയുണ്ട്. ആ സാധനമാണ് എനിക്ക് കിട്ടേണ്ടിയിരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമ്മളെ സുരേഷേട്ടൻ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ പല ആളുകളും പല പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് പ്രോഗ്രാമിന് വരുന്നത്. നിങ്ങൾക്ക് പല ആളുകൾക്കും പല പ്രതിസന്ധികളുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ജീവിതം ഇതിൽ നിന്ന് മാറും എന്നുള്ള ആ ഒരു ഹോപ്പോട് കൂടിയിട്ട്, ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് 100% നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തിരക്കഥ നിങ്ങൾ രചിക്കാൻ നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തരുവാണെങ്കിൽ, നിങ്ങൾ ഏത് രീതിയിൽ രചിക്കണം എന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തരികയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം വീണ്ടും ഒരു തിരക്കഥ കൂടെ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള പല ഫിലിം സ്റ്റാറുകളുടെ അടുത്തും തിരക്കഥയായിട്ട് പോകുന്ന സമയത്ത് അവരാദ്യം ചെയ്യുന്നൊരു പരിപാടി എന്താണ്, ശ്രീനിവാസന്റെ ഉദയനാണ് താരത്തിലൊക്കെ പറയുന്ന പോലെ, ഞാൻ ഒരിക്കലും പോലീസ് എന്നെ ഇടിക്കാൻ പാടില്ല, ഞാൻ പോലീസിനെ ഇടിക്കും, അവസാനം DGPയുടെ മുന്നിൽ പോയിട്ട് വേണമെങ്കിൽ കീഴടങ്ങാം എന്നൊക്കെ പറയുന്ന പോലെ തിരക്കഥ തിരുത്തുന്ന ഒരു പരിപാടിയുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കഥ തിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞു, ഞാൻ ആ പോയിന്റിലാണ് ഞാൻ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും, പ്രതീക്ഷകളുണ്ടാവും, മോഹങ്ങളുണ്ടാവും. കുറേയധികം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വരുത്താൻ സാധിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഈ ബിസിനസ്സിൽ മാസം 1,00,000 രൂപ വരുമാനം എത്തുന്ന ലെവലിൽ എത്തിയാൽ എൻ്റെ നാട്ടിലെ, എൻ്റെ വീട്ടിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ നേടുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറാൻ സാധിക്കും. പക്ഷെ ഞാൻ എന്തുകൊണ്ട് 1,00,000 രൂപ വരുമാനത്തിലേക്ക് എത്തുന്നില്ല? നിങ്ങൾക്കറിയാം, മാസം 1,00,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്ന് പല ആളുകൾക്കും ധാരണയുണ്ട്. അതിന് നമുക്കറിയാം, പ്ലാൻ എടുക്കണം, ഫോളോ അപ്പ് ചെയ്യണം, 6 പവർ ആക്ഷൻ നമ്മൾ പറയും, ആ 6 കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന എന്തോ ഒരു ഘടകം, നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ്, നമ്മളെ തന്നെ സ്വയം തളച്ചിടുന്ന ചില ചിന്താഗതികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചിന്താഗതികളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇവന്റ് ആയിരിക്കും ഈ 3 ദിവസം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ 3 ദിവസം നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, മുങ്ങാങ്കുഴി ഇടുക എന്ന് പറയില്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ മാക്സിമം ലയിച്ചിരിക്കണം. കാര്യം അങ്ങനെ ലയിച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കോൾ വന്നു, നമ്മൾ പുറത്തു പോയി, ആക്ച്വലി ജീവിതത്തിൽ നമ്മൾ പറയില്ലേ, കുറച്ച് ഒരു 3 ദിവസം നമ്മൾ മാറ്റി വെക്കൂ. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ഉണ്ടായാൽ
100% ഉറപ്പാണ്, ലൈഫ് വിൽ ബി ട്രാൻസ്ഫോംഡ്. ജീവിതം പരിവർത്തനം ചെയ്യപ്പെടും. ചേഞ്ച് ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. മാറ്റമുണ്ട്, പരിവർത്തനമുണ്ട്. രണ്ടും നമ്മൾ വ്യത്യാസം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, രണ്ടും നമ്മൾ വ്യത്യാസം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയുമ്പോൾ രണ്ടും ഒരുപോലെയാണ്. ആർക്കെങ്കിലും പറയാൻ ഉണ്ടോ? ചേഞ്ച് വന്നത് തിരിച്ച് മറ്റതുപോലെ തന്നെ ആവും. ട്രാൻസ്ഫർമേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല, പൂമ്പാറ്റ പോലെ. അതെ അതെ, ചേഞ്ച് എന്ന് പറയണത് നമുക്ക് അത് പിന്നെ വേണമെങ്കിൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്താൻ പറ്റും. പക്ഷെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാമിലി റിയൂണിയൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ മാറ്റം എന്ന് പറയുന്നത്, അവരുടെ ആ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റും നമ്മുടെ എല്ലാ തരത്തിലും നമ്മളെ തന്നെ ഉടച്ചു വാർക്കുക എന്ന് ഭരതേട്ടൻ്റെ ഭാഷ പറയും. ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഈ 3 ദിവസം കൊണ്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുടക്കുന്ന എമൗണ്ട് ഒന്നും അല്ല കേട്ടോ, ജീവിതത്തിൽ ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ഞാനൊരൊറ്റ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഫാമിലി റിയൂണിയന് ഇപ്പോൾ ഏകദേശം വരുന്ന എമൗണ്ട് 5200 എത്രയോ എമൗണ്ടാണ് നമുക്ക് എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന സമയത്ത്, ഓക്കെ 6000 രൂപ എന്ന് വെക്കൂ, നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നതൊന്നും ഒരു നിസ്സാരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. 6000 രൂപയൊന്നും ഒന്നുമല്ല. കാരണം ഇപ്പം ഞങ്ങൾ തായ്ലൻഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഒക്കെ നമ്മളവിടെ എന്താ പറയുക, ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് നമുക്കുണ്ടാവാൻ സാധിച്ചത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ശ്രീജ പാരച്യൂട്ടിൽ പറഞ്ഞു, ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നു 1500 ബാത്തോ മറ്റോ ആണ് തോന്നുന്നു, അല്ലേ? 1500 ബാത്ത് അല്ലേ? 2400 ബാത്ത്, 800 ബാത്താണ് അവിടെ വരുന്നത്. 2400 ഇന്ത്യൻ മണി 2400. ഇന്ത്യൻ മണി 800 ബാത്ത്. ഇന്ത്യൻ മണി 2400. ആ ഓക്കെ, ഇന്ത്യൻ മണി 2400 ആണ് അതിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഒന്നുമല്ല. ഇപ്പം ഞങ്ങൾ താമസിച്ച ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൽ ഒരു ദിവസത്തെ റെന്റ് എന്ന് പറയുന്നത് ഏകദേശം 12,000-13,000 രൂപയാണ് ഒരു ദിവസത്തെ റെന്റാണ് പറയണത്. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലേക്കൊക്കെ, ഒരു ലക്ഷറിയസ് ലൈഫിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ 6000 രൂപ അതൊന്നും ഒരു വിഷയമേ അല്ലാത്ത ലെവലിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 100% നമ്മുടെ ജീവിതത്തിനെ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാവുക. ഇനി ഞാനിപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാം വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് 2 രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെടാം. ഒന്ന്, നമ്മൾ അവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ഇത് ഒരു ഹോംവർക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ആ ഹാളിൽ എത്തിയതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? യെസ്, എനിക്കും ക്രൗൺ ഡയറക്ടർ ആവണം. യെസ്, എനിക്ക് 1,00,000 രൂപ വരുമാനം എടുക്കണം. എനിക്കും VMCM ആകണം എന്നുള്ള ഡിസിഷൻ നിങ്ങൾക്ക് അവിടെ വന്നതിന് ശേഷം എടുക്കാം. അതിനു മുൻപും വേണമെങ്കിൽ തീരുമാനം എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു തിരക്കഥ രചിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ പല സംശയങ്ങളും ഉണ്ടാവും. അയ്യോ, നടക്കുമോ നടക്കില്ലേ, പലതരത്തിലുള്ള കൺഫ്യൂഷനും ഡൗട്ടുകളും ഒക്കെ ഉണ്ടാവും, ഭയങ്ങളുണ്ടാവും. അതെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ലൈഫിന് നിങ്ങളൊരു തിരക്കഥ ഇന്ന് ഇരുന്ന് രചിക്കാൻ നിങ്ങൾ റെഡി ആവുകയാണെങ്കിൽ, ആ തീരുമാനത്തോടു കൂടി ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ക്വിക്കായിരിക്കും. മറ്റേതല്ലെങ്കിൽ അവിടെ ഇരുന്ന് പിന്നീട് നമ്മൾ എന്താ പറയുക, ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട് പിന്നീടായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം, 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഫീല് വരുന്നുണ്ടാവുക. പക്ഷെ ഞാൻ പറയാ, വി ഹാവ് ടു റെഡി. നമ്മൾ റെഡി ആയിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പരിവർത്തനം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മൾ വീഗാലാൻഡിൽ പിന്നെ എന്താ പറയുക, റൈഡിന് പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും നനയാൻ പാകത്തിനാണ് പോവാറ്, അല്ലേ?
അല്ലാതെ അവിടെ ചെന്ന് ആരെങ്കിലും തലയിൽ കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നനയാം എന്നുള്ളതല്ല. നമ്മളെല്ലാവരും നനയാൻ ആ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടാണ് പോവുക. നമ്മളെല്ലാവരും അവിടെ പൂളിൽ ഇറങ്ങാനും റൈഡുകളിൽ കയറാനും വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടല്ലേ പോവുക. വീഗാലാൻഡിൽ ചെന്നതിന് ശേഷം ഒരാളും കംപ്ലൈന്റ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ നനഞ്ഞു, എൻ്റെ മേത്തേക്ക് വെള്ളമായി എന്ന് പറഞ്ഞിട്ട് ഒരാളും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ആള് നമുക്ക് ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ചെയ്യില്ല. ശരിയല്ലേ? അപ്പോൾ നമ്മളവിടെ നനയാൻ വേണ്ടി പോവുകയാണ്. നമ്മളവിടെ ആ ഒരു റൈഡുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്ന് പറയണ പോലെ നമുക്ക് ഈ ഇവന്റിനെ നമ്മുടെ ലൈഫിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഏത് തലത്തിലാണ് വേണ്ടത് അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോവുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമായിട്ട് വരുന്നത്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഒരു പരിവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഒരു പരിവർത്തനം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏത് പരിവർത്തനം കൊണ്ടാണ് എൻ്റെ കുടുംബത്ത് എൻ്റെ ഫാമിലിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, എൻ്റെ ലൈഫിലെ ഏത് പരിവർത്തനം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫല്ല എൻ്റെ ഓക്കെ ആസ് എ പേഴ്സൺ എന്നിലെ ഏത് പരിവർത്തനം കൊണ്ടാണ് എൻ്റെ മക്കൾ എന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങുന്നത്, റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അത് നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുന്ന സമയം മുതൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് മൊമെന്റ് മുതൽ നമ്മളുടെ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വളരെ വളരെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം അത് 100% ഫോക്കസ് ചെയ്യാം. അടുത്തൊരു സ്റ്റെപ്പ് നമ്മളെല്ലാവരും തീരുമാനം എടുക്കേണ്ട, ഞാൻ പറയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, 100% അത് തീരുമാനമായതാണ്, നമ്മളെല്ലാവരും ഫിക്സ് ചെയ്തതാണ്, ബുക്ക് ചെയ്തതാണ്. ഇനി എടുക്കേണ്ട ഡിസിഷൻ, എന്തുകൊണ്ട് ഒരു ഫാമിലിയെ നമുക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു ഫാമിലിയെ നമുക്ക് എന്തുകൊണ്ട് ഈ പ്രോഗ്രാമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ, നിങ്ങളുടെ ഓണർഷിപ്പിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുത്തുകൂടാ? പനീഷേട്ടൻ ആർക്കെ ഇവർ പറയുന്ന, ഇന്ന് രാവിലെയും ആർക്കയുടെ ഒരു ഓൺലൈൻ സെഷനിൽ ആർക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാനും സുധീഷും ഇവരെ നിർബന്ധിച്ചു കൊണ്ടുപോയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ആലോചിച്ച് നോക്കൂ, നമ്മളന്ന് നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു തവണ നിർബന്ധിച്ചിട്ടുള്ളൂ, പിന്നീട് ജീവിതകാലം മുഴുവൻ ഇനി ഇവർ വെസ്റ്റീജ് ബിസിനസ്സിൽ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ക്രിയേറ്റ് ചെയ്തത് അവിടെയാണ്. ഓക്കെ, അനീഷേട്ടൻ പ്രത്യേകിച്ചും ആലോചിച്ച് നോക്കൂ, ഇനി എത്ര തലമുറ കഴിഞ്ഞാലും അവര് ഈ ഒരു ഇൻസിഡന്റ് അവർ മറക്കുമോ? എൻ്റെ അച്ഛൻ പണ്ട് ഫാമിലി റിയൂണിയന് പോയത് കാരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത്, അതിന് നിർബന്ധിച്ചു കൊണ്ടുപോയ ആളാണ് ഇതായിരിക്കുന്നത് എന്നുള്ള രീതിയിലല്ലേ അവര് നമ്മളെ ഓർക്കുക? അല്ല അനീഷേട്ടാ, അന്ന് അല്ല അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. അത് നിർബന്ധിച്ചത് കൊണ്ട് അവരുടെ ജീവിതം മാറ്റം വന്നു. നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ അനീഷേട്ട ഇപ്പൊ എന്ത് ചെയ്യുമായിരിക്കും? തിരിഞ്ഞു കളിച്ച് നടക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ചില നിയോഗങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ആ നിയോഗം കണ്ടെത്തിയോ എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ നമ്മൾ നിർബന്ധിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ കൊണ്ടുവരുന്ന, ഒരുപക്ഷെ അന്ന് വെസ്റ്റീജ് ബിസിനസ്സിൽ അവർ ആക്റ്റീവ് ആയിരിക്കാം, ആക്റ്റീവ് അല്ലാതിരിക്കാം, രണ്ടും വിഷയമല്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഇന്ന് നിങ്ങളുടെ ടീമിലുള്ള വ്യക്തിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ടീമിൽ ഇല്ലാത്ത വ്യക്തിയായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ അടുത്ത് പ്ലാൻ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ നിർബന്ധിച്ചിട്ട് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയത്ത് അവർ നിങ്ങളെ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക? ആ ഒരു നിയോഗം അല്ലെങ്കിൽ ആ ഒരു കർത്തവ്യം, ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് എന്തുകൊണ്ട് ഓരോരുത്തർക്കും ഏറ്റെടുത്തുകൂടാ? ഏറ്റെടുക്കേണ്ടതല്ലേ? നമ്മൾ മാത്രം ഉയരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എത്രയോ ആളുകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക്
കൂടുതൽ ഹൈറ്റ്സിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയൊരു നമുക്ക് ആ ഒരു എന്താ പറയുക ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ നമുക്കൊരു സീരിയസ് ഡിസിഷൻ നമുക്ക് ഓരോരുത്തർക്കും എടുത്തുകൂടാ? അത് നിർബന്ധമായിട്ടും ഞാൻ പറയും നമ്മൾ ഓരോരുത്തരും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണത്. ഈ ഒരിക്കലും വിന്നിങ് ടീം നിങ്ങളുടെ കൂടെ ഒരാൾ വന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു കമ്മീഷനും തരാൻ പോകുന്നില്ല. നിങ്ങളുടെ അപ്ലയൻസും ഒരു കമ്മീഷൻ തരാൻ പോകുന്നില്ല. നിങ്ങൾ ഒരാളെ കൂട്ടി വന്നില്ല എങ്കിലും നിങ്ങളുടെ അടുത്ത് ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ വന്നാൽ തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു എനിക്കൊരു ടാർഗറ്റും ഇല്ല. ഏത് ഞാൻ ഇത്ര തല അവിടെ എത്തിച്ചോളാം എന്നുള്ളത് എനിക്കൊരു ടാർഗറ്റും ഇല്ല. മീൻസ് വിന്നിങ് ടീം എനിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഒന്നും തന്നിട്ടൊന്നുമില്ല. അനീഷേട്ടനും കൊടുത്തിട്ടുണ്ടാവില്ല, ഒരു ലീഡേഴ്സിനും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? നമുക്കത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായാൽ, അങ്ങനെയാണ് ആർക്കെ ഹൈദരാബാദ് ഫാമിലി റിയൂണിയൻ അനീഷേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും ആ രീതിയിൽ നമ്മളൊന്ന് വളരെ സീരിയസ് ആയിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാം. ആദ്യം ഒരാളെ ഫോക്കസ് ചെയ്യൂ. നിങ്ങൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത്, ഇപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും, അതല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്ന, നിങ്ങൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തുകൊണ്ടൊന്ന് സീരിയസ് ആയിട്ട് എടുത്തുകൂടാ? ആദ്യം ഒരാളെ ഫോക്കസ് ചെയ്യുക, പ്ലസ് നമ്മളത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ആളെ ഫോക്കസ് ചെയ്യുക, മൂന്നാമതൊരാളെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ എത്ര പേരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് 100% നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടി ചിന്തിക്കുക. നമ്മളെല്ലാവരും ജീവിക്കുന്നത് പല ലോകങ്ങളിലാണ്. ഇൻസ്റ്റഗ്രാം ഒരു ലോകമാണ്, ഗെയിം കളിക്കുന്ന ആളുകൾക്ക് അതൊരു ലോകമുണ്ട്, നമ്മുടെ ഓഫീസ് മറ്റൊരു ലോകമാണ്, ഇവിടെ നമ്മുടെ ഫാമിലി ഒരു ലോകമാണ്, അടുക്കള ഒരു ലോകമാണ്. ഇങ്ങനെ കുറേ തലങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ ചിന്തകൾ പല സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് നേരം ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് ആരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ നമ്മളുടെ പുതിയ യാത്രയിൽ നമ്മൾ അടുത്ത കാൽവെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? കുറച്ചും കൂടെ ലൈഫ് അടിപൊളി ആവില്ലേ? ബിസിനസ് അടിപൊളി ആവില്ലേ? അങ്ങനെ ചിന്തിക്കേണ്ടതില്ലേ? അപ്പൊ അത് സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, നമ്മൾ ചിന്ത ഇങ്ങനെയായിരിക്കണം. അല്ലാതെ എനിക്ക് കുറെ ആളുകളെ എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എത്ര കുടുംബങ്ങളിൽ നമുക്ക് ഈ രീതിയിലൊരു റോയൽറ്റി ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആളുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫേം ചെയ്തിട്ട് ആഡ് ചെയ്യുക. കൺഫേം ചെയ്ത് അവരുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈൻ്റെ സപ്പോർട്ടൊക്കെ വാങ്ങാം. അതൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ, അതൊന്നും ഞാൻ വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നാളെ നമുക്ക് തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ട്, തായ്ലൻഡ് ട്രിപ്പ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പേഴ്സണലി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും 100% നമ്മൾ ഇടയ്ക്ക് ഈ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫാമിലി റിയൂണിയനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കൂടുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമുക്കിതൊരു ഉത്സവമേളമാക്കി നമുക്ക് മാറ്റണം. നമ്മളുടെ നാട്ടിലെ എന്താ പറയുക റിയൽ പൂരം ഇതാണ്. ആറാട്ടുപുഴ പൂരം ഓഫ് കോഴ്സ് ഉണ്ട്, എന്നിരുന്നാലും നമ്മൾ റിയൽ പൂരമായിട്ട് കൊണ്ടാടാൻ പോകുന്നത്, നമ്മൾ ഓരോരുത്തരും കൊണ്ട് ആടാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അനീഷേട്ടാ, വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
ഓക്കെ, താങ്ക് യു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ പറഞ്ഞതൊക്കെ തന്നെ നമുക്കും പറയാനുള്ളത്. കാരണം ഞാൻ എൻ്റെ ലൈഫായിട്ട് കണ്ടൊരു പ്രോഗ്രാമാണ് ഈ ഒരു ഫാമിലി റീയൂണിയൻ എന്നുള്ളത്. കാരണം ഫാമിലി റീയൂണിയൻ നമ്മൾ പറയാം, പിന്നെ ഈ ഒരു കേരളത്തിൽ തീരുമാനിച്ച സമയത്ത് ആരുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ പ്രോഗ്രാം ഉണ്ടാവും തീരുമാനിച്ച വ്യക്തിയാണ് ഞാൻ. കാരണം അത്രമാത്രം എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച പ്രോഗ്രാമാണ്. അപ്പൊ ഇവൻ നിങ്ങൾ പല ആളുകളോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, ഞാൻ ഈ ബിസിനസ്സിൽ ഒന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വരേണ്ടതുണ്ടോ, ഞാൻ എവിടെ എത്തിയിട്ടില്ലല്ലോ, ഞാൻ വരേണ്ടതുണ്ടോ എന്നുള്ളത്. ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് ഈ ബിസിനസ് എങ്ങോട്ടാണ് എന്ന്, ഇനി ഇത് മുന്നോട്ട് പോവോ, അല്ലെങ്കിൽ ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് വിജയിക്കാൻ പറ്റുമോ, ഒന്നുമല്ലാതെ ഇരുന്ന സമയം എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത സമയത്ത്. കാരണം ഇത് എനിക്കിത് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് പോലും ക്ലാരിറ്റി ഇല്ല. ആ ലെവലിൽ നിൽക്കുന്ന സമയത്താണ്. കാരണം ടീമിലും ആരും ഇല്ല, ഒന്നുമില്ല. ആ സമയത്താണ് എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വിളിക്കുന്നത്. ഇവൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ഇപ്പോ പുതിയ കുറെ ആളുകൾ ഈ ഓരോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ അതായത് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും, നിങ്ങളുടെ ടീമിൽ ആരും ഇല്ലല്ലോ, നിങ്ങളുടെ ടീമിൽ ആരും ഇല്ല, ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ പോകുന്നത്, ആളുകളൊക്കെ വന്നതിന് ശേഷം ഞാൻ പോയാൽ പോരെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് വ്യത്യസ്തമാണ്. കാരണം ഉണ്ടാക്കിയ ടീം നഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ പല ആളുകളും ടീം ഉണ്ടാക്കിയിട്ടില്ല, ടീം ഇല്ലാത്തത് കൊണ്ട് വരാൻ മടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ടീം ഉണ്ടാക്കിയിട്ട് ആ ടീം മൊത്തത്തിൽ പോയിട്ട് ഞാൻ ബിഗ് സീറോയിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു പ്രോഗ്രാമിൽ പോയിട്ടാണ് വീണ്ടും അവിടുന്ന് സീറോയിൽ നിന്നാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നത്. അതായത് ബിഫോർ ഫാമിലി റിയൂണിയൻ നമ്മളൊരു സീറോ ആയിരുന്നു. ആഫ്റ്റർ ഫാമിലി റിയൂണിയൻ സീറോയിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അന്ന് പോകുന്ന സമയത്ത് ആർക്കെ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഞാൻ ബാക്കിയുള്ള ടീമുകളൊക്കെ ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എൻ്റെ അപ്ലയൻസിൻ്റെയും ഈ സിസ്റ്റത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. കാരണം സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയും സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം ഒക്കെ പഠിച്ചത് അവിടുന്ന്. അപ്പോൾ എൻ്റെ ലൈഫിനെ തിരിച്ചു തന്നത് വെസ്റ്റേജ് എന്ന് പറയാം, അല്ല സോറി FRU എന്ന് പറയാം. കാരണം ഈ വെസ്റ്റേജിൽ ഉണ്ടെങ്കിൽ പോലും ഗോഡ് ഡയമണ്ട് അറ്റൻഡ് ചെയ്തിട്ട് പല പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എല്ലാ പ്രോഗ്രാമിനും അതിൻ്റെതായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും നമ്മൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നതും ഇതിലൂടെ വിജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തന്നതും ആ ഒരൊറ്റ പ്രോഗ്രാമാണ്. ആ ഒരു ഉറപ്പ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇത് എന്ത് തന്നെ ആയാലും ഇത് ചെയ്യുമെന്നുള്ളൊരു ആ ഒരു ദൃഢനിശ്ചയത്തിൽ പോയത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ പല മേഖലയ്ക്ക് ഞാൻ നോക്കി. കാരണം വെസ്റ്റേജ് ബിസിനസ്സിലുള്ള സമയത്ത് തന്നെ പലതിലും ഞാൻ വർക്ക് ചെയ്ത് നോക്കി. ഇൻഷുറൻസ് മേഖലയിലേക്ക് പോയി, വാട്ടർ പ്യൂരിഫയറിന്റെ മേഖലയിലേക്ക് പോയി, പലതിലേക്ക് ഞാൻ കൈ വെച്ചു. കാരണം ആ പലതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ, ഇതിന് വിശ്വാസം കുറയുന്നോണ്ടാ. അതായത് ബിസിനസ്സിന് വിശ്വാസം കുറയുന്നോണ്ടല്ല, മിന്നൻ ടീമിലോ വെസ്റ്റേജിലോ വിശ്വാസം കുറയുന്നോണ്ടല്ല, എന്നിൽ വിശ്വാസം കുറയുന്നോണ്ടാ. അതായത് എനിക്ക് വെസ്റ്റേജ് നല്ലതാണ്, മിന്നൻ ടീം നല്ലതാണ്, പ്രൊഡക്ട്സ് നല്ലതാണ്, എല്ലാം പക്കയാണ്. കാരണം ഒരുപാട് ആളുകൾ വിജയിക്കുന്നുമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. കാരണം അത് നമ്മൾ ഉണ്ടാക്കുന്ന ടീം നിലനിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ, നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഗൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പല പ്രോബ്ലങ്ങളും വന്ന സമയത്ത് എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നുള്ള എനിക്ക് ഉറപ്പ് കിട്ടി. അപ്പോഴാണ് ഞാൻ പല മേഖലയ്ക്ക് നമ്മൾ തിരിയുന്നത്. വെസ്റ്റേജിൽ നിന്നുകൊണ്ട് വെസ്റ്റേജിൽ വന്നതിന് ശേഷം പിന്നെ പല മേഖലയ്ക്ക് പോവുക. അവിടെ നിന്നാണ് FRU അറ്റൻഡ് ചെയ്ത സമയത്ത് തീരുമാനിച്ചു, ഇനി ജീവിതത്തിൽ ഒന്നേ ഉള്ളത് വെസ്റ്റേജ് മാത്രമാണ്. ഇനി ഇത് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്കുള്ള പോക്കില്ല, ഇനി ഇതിൽ നിന്ന് വളരാം, ഇതെന്റെ അവസാനമാണ്, ഇനി ഇതിൽ നിന്ന് വേറൊരു തിരിച്ചുപോക്കില്ലാതെ തീരുമാനം അവിടെ എടുത്തിട്ടാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്തത്. ആ ബിസിനസ് അങ്ങനെ ആ ഒരു തീരുമാനം എടുത്തിട്ട് ബിൽഡ് ചെയ്യാൻ, അത്രയും ചങ്കുറപ്പോട് കൂടിയിട്ട് ആ തീരുമാനം എടുത്ത് ബിൽഡ് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് തന്നത്, എനിക്ക് ശക്തി തന്നത് ഫാമിലി റിയൂണിയനാണ്. ആ ഫാമിലി റിയൂണിയനാണ് നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ ഒരു നോക്കുകൂത്തിയായിട്ട് നിൽക്കുന്നത്, വേണോ വേണ്ടേ എന്നുള്ളത്. കുറെ ആളുകൾ ഇത് തീരുമാനം എടുത്തു കഴിഞ്ഞു, പല ആളുകളും തീരുമാനം എടുത്ത്, ചില ആളുകൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്, ചില ആളുകൾ ടീമിനെ കൊണ്ടുപോകുന്നുള്ള വാശിയിലുള്ള ആളുകളുണ്ട്. എന്തായാലും നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ നോക്കുകൂത്തിയായിട്ട് നിൽക്കുകയാണ്. ഇതിന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിനെ ഇതിലൂടെ ടേൺ ചെയ്യിക്കണമെങ്കിൽ, നിങ്ങളെല്ലാ പ്രശ്നങ്ങളും മാറ്റി നിങ്ങളെ ലൈഫിനെ ടേൺ ചെയ്യിക്കണം എന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ 6 ലെഗിൽ നിന്ന് നിങ്ങൾ അവിടെ ആളുകൾ എത്തിക്കുക. ഒരു പക്ഷെ ഞാനൊന്ന് പോയി നോക്കട്ടെ, പിന്നെ ഇനി ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ, നല്ല പ്രോഗ്രാം ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ പോകാം എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ മാത്രം പോയി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1-2 വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് നീട്ടി വെക്കാൻ പറ്റും. മിനിമം 2 വർഷമെങ്കിലും നിങ്ങൾക്ക് സക്സസ് നീട്ടി വെക്കാം. ഇനി അഥവാ ഇത് ഞാൻ എന്തായാലും ഈ പ്രോഗ്രാമിന് പോകുന്നില്ല, എൻ്റെ കൂടുതൽ ആളുകൾക്ക് അവരൊക്കെ പോയി വരട്ടെ, അവരുടെ ബിസിനസ് നോക്കട്ടെ, അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് നിങ്ങളെ പറയാനുള്ളൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളൊരു 10 വർഷത്തേക്ക് നീട്ടിവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് വേണ്ടതെന്നുള്ളത്. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം മാറ്റം
വരുത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ, താങ്ക് യു അനീഷേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വലിയ നേട്ടങ്ങൾക്ക് ഇതൊരു കാരണമായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം മറക്കാതിരിക്കുക. നിങ്ങളുടെ തിരക്കഥ നിങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കുക. എന്തായിരിക്കണം നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, സമൂഹത്തിൽ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ളൊരു ആ ഒരു തിരക്കഥ തയ്യാറാക്കുക. എന്തായാലും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നാളെ നമ്മുടെ തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ട്. പരമാവധി ആളുകൾ തൃശ്ശൂർക്ക് എത്തുക. ഓക്കെ, അപ്പോൾ നാളെ തീർച്ചയായിട്ടും നമ്മളത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. ജപ്പാൻ ട്രിപ്പ് വരുന്നുണ്ട്. സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് നിങ്ങളുടെ അപ്ലൈനായിട്ട് കോൺടാക്ട് ചെയ്യുക. എനിക്കും ഒരു മെസ്സേജ് ഇടുക, ജപ്പാൻ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ. കാരണം അതിൽ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽ, ഗുഡ് നൈറ്റ്. Thank you. Thank you, sir. Good night. Thank you. Thank you. Good night. Good night. Good night. Thank you. Good night.